വെൽക്കം മൈ ഡിയർ സ്റ്റുഡൻസ്. അക്കൗണ്ടൻസിയുടെ കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ തന്നെ എല്ലാവർക്കും കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടെന്ന് കരുതട്ടെ. അക്കൗണ്ടൻസിയുടെ ക്ലാസ്സുകൾ കൂടുതൽ ഇംപ്രൂവ് ചെയ്യാനായി എന്തൊക്കെയാണോ നിങ്ങൾക്ക് സജഷൻസ് തരുവാനുള്ളത്, അത്തരം സജഷൻസ് ഈ കാണുന്ന മെയിൽ ID-യിലേക്ക് അയച്ചു തരും. തീർച്ചയായും നിങ്ങളുടെ സജഷൻസ് വളരെയേറെ വിലപ്പെട്ടതാണ്. ഈ ക്ലാസ്സിൻ്റെ നോട്ട്സ് PDF രൂപത്തിൽ ആവശ്യമുള്ളവർ ഈ വീഡിയോയുടെ താഴെ കാണുന്ന ചാപ്റ്റർ ഹെഡിങ് ക്ലിക്ക് ചെയ്യുക. അതിന് താഴെ നോട്ട്സ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് കാണിക്കുന്നതാണ്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോട്ട്സ് സ്ക്രീനിൽ ഡിസ്പ്ലേ ആവും. ആ നോട്ട്സ് കമ്പ്യൂട്ടറിലോ മൊബൈലിലോ ഡൗൺലോഡ് ചെയ്യാനായി അതിൻ്റെ ടോപ്പിൽ കാണുന്ന ഡൗൺലോഡ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ടുഡേ you are going to learn the calculation of interest on capital. Calculation of interest on capital. In the absence of an agreement, no interest on capital will be allowed to partners. പാർട്ട്ണർഷിപ്പ് ഡീഡ് ഇല്ല എങ്കിലോ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിനെ കുറിച്ച് ഡീഡിൽ ഒന്നും പറയുന്നില്ല എങ്കിലോ പാർട്ട്നേഴ്സിന് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കേണ്ടതില്ല. ദാറ്റ് ഈസ് ഓൾറെഡി ലേൺഡ്. Next, interest on capital is calculated on the basis of opening capital, additional capital and drawings out of capital. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഓപ്പണിംഗ് ക്യാപിറ്റലിൻ്റെ മുകളിൽ എത്രയാണോ ഇൻട്രസ്റ്റ് അത് പ്ലസ് അഡീഷണൽ ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ക്യാപിറ്റലിൻ്റെ മുകളിലുള്ള ഇൻട്രസ്റ്റ് എത്രയാണോ അത് മൈനസ് ഡ്രോയിങ്സ് ഔട്ട് ഓഫ് ക്യാപിറ്റലിൻ്റെ മുകളിലുള്ള ഇൻട്രസ്റ്റ് എത്രയാണോ അത്. അപ്പോൾ ഓപ്പണിംഗ് ക്യാപിറ്റലിൻ്റെ മുകളിലുള്ള ഇൻട്രസ്റ്റ് സാധാരണയായിട്ട് ഫുൾ ഇയർ കാൽക്കുലേറ്റ് ചെയ്യണം. അഡീഷണൽ ക്യാപിറ്റലിൻ്റെ മുകളിലുള്ള ഇൻട്രസ്റ്റ് ഏത് ദിവസമാണോ അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നത് അത് മുതൽ വർഷാവസാനം വരെ എത്ര മാസമുണ്ടോ അത്രയും മാസത്തെ ഇൻട്രസ്റ്റ് ആണ് അഡീഷണൽ ക്യാപിറ്റലിൻ്റെ മുകളിലുള്ള ഇൻട്രസ്റ്റ് ആയിട്ട് കണക്കാക്കേണ്ടത്. അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഔട്ട് ഓഫ് ക്യാപിറ്റൽ, ഏത് ഡേറ്റിലാണോ ഡ്രോയിങ്സ് നടത്തിയിരിക്കുന്നത് അല്ലെ പാർട്ട്നേഴ്സ് പൈസ വിഡ്രോ ചെയ്ത് കൊണ്ടുപോയത് ആ ദിവസം മുതൽ വർഷാവസാനം വരെ എത്രയാണോ മാസം വരുന്നത് അത്രയും മാസത്തേക്കുള്ള ഇൻട്രസ്റ്റ് മാത്രമാണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് സാധാരണ ഡ്രോയിങ്സിൻ്റെ മുകളിലുള്ള ഇൻട്രസ്റ്റ് അല്ല. ക്യാപിറ്റലിൽ നിന്നും ഡയറക്റ്റായിട്ട് പൈസ വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം, ഔട്ട് ഓഫ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ഫ്രം ക്യാപിറ്റൽ എന്ന് പ്രത്യേകിച്ച് പറയുന്നുണ്ടെങ്കിൽ മാത്രമേ ആ ഡ്രോയിങ്സിൻ്റെ മുകളിലുള്ള ഇൻട്രസ്റ്റ് ഇവിടെ മൈനസ് ചെയ്യേണ്ടതുള്ളൂ. നെക്സ്റ്റ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ വിൽ ബി അലൗഡ് ഓൺലി ഔട്ട് ഓഫ് പ്രോഫിറ്റ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ലാഭം ഉണ്ടെങ്കിൽ മാത്രമേ അനുവദിക്കൂ. ബിസിനസ്സിന് നഷ്ടമാണെങ്കിൽ സാധാരണ കേസിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അനുവദിക്കില്ല. ഇപ്പോൾ ലാഭം സഫീഷ്യൻ്റ് ആയിട്ടുള്ള ലാഭം ഉണ്ടെങ്കിൽ മാത്രമേ പൂർണ്ണമായും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പാർട്ട്നേഴ്സിന് അനുവദിക്കേണ്ടതുള്ളൂ. കുറച്ച് മാത്രമേ ലാഭം ഉണ്ടെങ്കിൽ പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് മാത്രമേ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അനുവദിക്കുകയുള്ളൂ. നഷ്ടമാണെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കുകയുമില്ല. നെക്സ്റ്റ് നമുക്ക് അടുത്തൊരു ഇല്ലുസ്ട്രേഷനിലേക്ക് പോകാം. ഫസ്റ്റ് ഇല്ലുസ്ട്രേഷൻ, എ ആൻഡ് ബി ആർ പാർട്ട്നേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ്സ് ഇൻ 2:1. Their capital account balances as on 1st January 2019 were rupees 30,000 and 25,000 respectively. Partnership deed provides 10% interest on partners' capital. Calculate interest on capital of partners A and B for the year ended 31st December 2019. ഇപ്പോൾ ഇവിടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഡയറക്റ്റ് ആയിട്ടുള്ള കാൽക്കുലേഷനാണ്, സിമ്പിൾ കാൽക്കുലേഷനാണ്. അഡീഷണൽ ക്യാപിറ്റലോ ഡ്രോയിങ്സ് ഔട്ട് ഓഫ് ക്യാപിറ്റലോ ഇല്ല. ഓപ്പണിംഗ് ക്യാപിറ്റലിൻ്റെ മുകളിൽ ഡയറക്റ്റ് ആയിട്ട് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്താൽ മാത്രം മതി. ഫുൾ ഇയർ ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ പാർട്ട്ണർ എയെ സംബന്ധിച്ചിടത്തോളം എയുടെ ഓപ്പണിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 30,000 റുപ്പീസ് ആണ്. അപ്പോൾ പാർട്ട്ണർ എയുടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 30,000 × 10/100 3,000. പാർട്ട്ണർ ബിയുടെ ഓപ്പണിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 25,000 ആണ്. ഇപ്പോൾ 25,000 × 10/100 2,500 പാർട്ട്ണർ ബിയുടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇത്ര മാത്രമേ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലായിട്ട് ഈ പ്രോബ്ലത്തിൽ വരുന്നുള്ളൂ. ഇനി അടുത്ത പ്രോബ്ലം നമുക്ക് നോക്കാം. X and Y are partners in a firm.
their capital account balances as on 1st January 2019 were rupees 50,000 and 40,000 respectively. On 1st July 2019, partner X introduced an additional capital of rupees 20,000. Partner Y introduced an additional capital of rupees 12,000 on 1st August 2019 and rupees 10,000 on 30 September 2019. Calculate interest on capital of partners at the rate of 6% per annum for the year ended 31st December 2019. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അഡീഷണൽ ക്യാപിറ്റൽ കൂടി വരുന്നുണ്ട്. ഡ്രോയിങ്സ് ഔട്ട് ഓഫ് ക്യാപിറ്റൽ ഈ പ്രോബ്ലത്തിൽ തന്നിട്ടില്ല. നമുക്ക് എങ്ങനെ കാണാമെന്ന് നോക്കാം. പാർട്ണർ എക്സിനെ സംബന്ധിച്ചിടത്തോളം ആദ്യം ഓപ്പണിംഗ് ക്യാപിറ്റലിൻ്റെ മുകളിൽ ഫുൾ ഇയർ ഇൻട്രസ്റ്റ് കാണും. ഓപ്പണിംഗ് ക്യാപിറ്റലായിട്ട് എക്സിൻ്റെ ക്യാപിറ്റൽ തന്നിരിക്കുന്നത് 50,000 രൂപ. ഇപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഓപ്പണിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 50,000 ഇൻറ്റു 6/100 ദാറ്റ് ഈസ് 3,000. ഇനി പാർട്ണർ എക്സ് അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ടുണ്ട് 1st July 2019 20,000 റുപ്പീസ്. അപ്പോൾ 1st July 2019 മുതൽ ഇയർ എൻഡായ 31st December വരെ 6 months ആണുള്ളത്. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. അപ്പോൾ 20,000 ഇൻറ്റു 6/100 ഇൻറ്റു 6/12 ദാറ്റ് ഈസ് 600 റുപ്പീസ് വരും. ഇപ്പോൾ ടോട്ടൽ എക്സിൻ്റെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലായിട്ട് വരുന്നത് 3,600. അതുപോലെ ഇനി പാർട്ണർ വൈയുടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൂടി കാണാം. പാർട്ണർ വൈയുടെ ഓപ്പണിംഗ് ക്യാപിറ്റലായിട്ട് തന്നിരിക്കുന്നത് 40,000 രൂപയാണ്. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഓപ്പണിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 40,000 ഇൻറ്റു 6/100 ദാറ്റ് ഈസ് 2,400 റുപ്പീസ്. ഇനി പാർട്ണർ വൈയെ സംബന്ധിച്ചിടത്തോളം അഡീഷണൽ ക്യാപിറ്റലായിട്ട് 2 എണ്ണമുണ്ട്. 1st August 2019 12,000 റുപ്പീസ്, 30 September 2019 10,000 റുപ്പീസ്. അപ്പോൾ രണ്ടിൻ്റെ അഡീഷണൽ ഇൻട്രസ്റ്റ് എത്രയാണോ ആ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക, 2 ഇൻട്രസ്റ്റും ഇതിനോട് ആഡ് ചെയ്യുക. ഇപ്പോൾ ആദ്യം 1st August 2019 12,000 റുപ്പിയാണ്. അപ്പോൾ 1st Augustന് ശേഷം ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ 5 മാസമാണുള്ളത്. അപ്പോൾ 5 മാസത്തെ ഇൻട്രസ്റ്റ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ അഡീഷണൽ ക്യാപിറ്റൽ ആദ്യം കൊണ്ടുവന്ന 1st August 2019 to 31st December 2019 5 months ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 12,000 ഇൻറ്റു 6/100 ഇൻറ്റു 5/12 ദാറ്റ് ഈസ് 300 റുപ്പീസ്. രണ്ടാമത്തെ അഡീഷണൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 30 സെപ്റ്റംബർ ആണ്. അപ്പോൾ 30 സെപ്റ്റംബർ ടു 31st December 3 months ആണുള്ളത്. സെപ്റ്റംബർ നോക്കേണ്ട ആവശ്യമില്ല, കാരണം 30 സെപ്റ്റംബർ ആണ്. അതിനുശേഷം ഒക്ടോബർ, നവംബർ, ഡിസംബർ 3 മാസമാണുള്ളത്. അപ്പോൾ 3 മാസത്തെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 10,000 ഇൻറ്റു 6/100 ഇൻറ്റു 3/12 ദാറ്റ് ഈസ് 150 റുപ്പി. അപ്പോൾ ടോട്ടൽ വൈയുടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലായിട്ട് വരുന്നത് 2,400 പ്ലസ് 300 പ്ലസ് 150 2,850 റുപ്പിയാണ് വൈയുടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലായിട്ട് വരുന്നത്. ഇനി അടുത്ത ഇല്ലുസ്ട്രേഷൻ ഒന്നുകൂടി നമുക്ക് നോക്കാം. ഇല്ലുസ്ട്രേഷൻ നമ്പർ 3. Mahesh and Naresh are partners in a firm. Their capital account balances as on 1st January 2019 were rupees 50,000 and rupees 60,000 respectively. On 1st July 2019, Mahesh introduced an additional capital of rupees 20,000 and on 1st October 2019, he withdrew rupees 6,000 out of his capital. Naresh introduced an additional capital of rupees 30,000 on 1st April 2019 and he withdrew rupees 10,000 on 30 September 2019 from his capital. Calculate interest on capital of partners at the rate of 12% per annum for the year ended 31st December 2019. ഈ ഒരു ക്വസ്റ്റ്യനിൽ ഓപ്പണിംഗ് ക്യാപിറ്റലിൻ്റെ മുകളിൽ ഇൻട്രസ്റ്റ് ഉണ്ട്, അഡീഷണൽ ക്യാപിറ്റലിൻ്റെ മുകളിലുള്ള ഇൻട്രസ്റ്റ് ഉണ്ട്, ഡ്രോയിങ്സ് ഔട്ട് ഓഫ് ക്യാപിറ്റലിൻ്റെ മുകളിലുള്ള ഇൻട്രസ്റ്റും ഉണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. ആദ്യം നമുക്ക് മഹേഷിൻ്റെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ മഹേഷിൻ്റെ ഓപ്പണിംഗ് ക്യാപിറ്റലായിട്ട് വരുന്നത് 50,000 റുപ്പീസാണ്. അപ്പോൾ 50,000 റുപ്പീസിൻ്റെ മുകളിൽ ഫുൾ ഇയർ ഡിപ്രീസിയേഷൻ കാണും 12 months. ഇപ്പോൾ ഇൻട്രസ്റ്റ് വരുന്നത് 50,000 ഇൻറ്റു 12/100 ദാറ്റ് ഈസ് 6,000 റുപ്പീസ്.
മഹേഷിൻ്റെ അഡീഷണൽ ക്യാപിറ്റലായിട്ട് തന്നിരിക്കുന്നത് 20,000 റുപ്പീസാണ്. ദാറ്റ് ഈസ് ഓൺ 1st ജൂലൈ. ഇപ്പോൾ ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ 6 മാസമാണുള്ളത്. അപ്പോൾ അഡീഷണൽ ക്യാപിറ്റലിൻ്റെ മുകളിൽ 6 മാസത്തെ പലിശയാണ് കണക്കാക്കേണ്ടത്. ഇപ്പോൾ വരുന്നത് 20,000 ഇൻറ്റു 12/100 ഇൻറ്റു 6/12 1,200. ഇനി ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഉണ്ട്. ഡ്രോയിങ്സ് ഔട്ട് ഓഫ് ക്യാപിറ്റലാണ്, അതുകൊണ്ട് തന്നെ ലെസ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഫസ്റ്റ് ഒക്ടോബറിലാണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, അത് മുതലാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഒക്ടോബർ, നവംബർ, ഡിസംബർ 3 മാസത്തെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആയിട്ട് വരുന്നത് 6,000 ഇൻറ്റു 12/100 ഇൻറ്റു 3/12 ദാറ്റ് ഈസ് 180 റുപ്പി. ഇപ്പോൾ ടോട്ടൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഓഫ് പാർട്ണർ മഹേഷ് എന്ന് പറയുന്നത് 6,000 പ്ലസ് 1,200 മൈനസ് 180 7,020 ആണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലായിട്ട് മഹേഷിൻ്റെത് വരുന്നത്. അടുത്തത് നരേഷിൻ്റെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഓപ്പണിംഗ് ക്യാപിറ്റലായിട്ട് തന്നിരിക്കുന്നത് 60,000 റുപ്പീസാണ്. അപ്പോൾ അത് ഫുൾ ഇയർ 12 months ഇൻട്രസ്റ്റ് കാണും. ഇൻട്രസ്റ്റ് ഓൺ ഓപ്പണിംഗ് ക്യാപിറ്റൽ 60,000 ഇൻറ്റു 12/100 ദാറ്റ് ഈസ് 7,200. നെക്സ്റ്റ് അഡീഷണൽ ക്യാപിറ്റലിൻ്റെ മുകളിലുള്ള ഇൻട്രസ്റ്റ് ഫസ്റ്റ് ഏപ്രിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അഡീഷണൽ ക്യാപിറ്റൽ 30,000 റുപ്പീസ്. അപ്പോൾ ഫസ്റ്റ് ഏപ്രിലിന് ശേഷം ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ 9 months ആണുള്ളത്. 9 monthsൻ്റെ ഇൻട്രസ്റ്റ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അഡീഷണൽ ക്യാപിറ്റലിൻ്റെ മുകളിലുള്ള ഇൻട്രസ്റ്റ് ഫസ്റ്റ് ഏപ്രിൽ ടു 31st ഡിസംബർ വരെയുള്ള 9 monthsൻ്റെ ഇൻട്രസ്റ്റ് ആണ് കാണേണ്ടത്. 30,000 ഇൻറ്റു 12/100 ഇൻറ്റു 9/12 2,700. ഇനി ഡ്രോയിങ്സ് ഔട്ട് ഓഫ് ക്യാപിറ്റൽ ഉണ്ട്. അത് ഡ്രോയിങ്സ് നടത്തിയിരിക്കുന്നത് 30 സെപ്റ്റംബറിലാണ്. ഇപ്പോൾ 30 സെപ്റ്റംബർ ടു 31st ഡിസംബർ വരെയുള്ള ഇൻട്രസ്റ്റ് ആണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആയിട്ട് കാണേണ്ടത്. ഇപ്പോൾ 30 സെപ്റ്റംബർ എന്ന് പറയുന്നത് സെപ്റ്റംബർ കഴിഞ്ഞു, സെപ്റ്റംബർ 30 ആണ്, അവസാനമാണ്. അപ്പോൾ സെപ്റ്റംബർ കണക്കാക്കണ്ട. ഒക്ടോബർ, നവംബർ, ഡിസംബർ 3 മാസമാണ് പിന്നെ ബാക്കി വരുന്നത്. ഇപ്പോൾ 3 മാസത്തെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആണ് കാണേണ്ടത്. ഇപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആയിട്ട് വരുന്നത് 10,000 ഇൻറ്റു 12/100 ഇൻറ്റു 3/12 ദാറ്റ് ഈസ് 300 റുപ്പീസ്. ഇപ്പോൾ ടോട്ടൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഓഫ് പാർട്ണർ നരേഷ് എന്ന് പറയുന്നത് 7,200 ഓപ്പണിംഗ് ക്യാപിറ്റലിൻ്റെ ഇൻട്രസ്റ്റ് പ്ലസ് അഡീഷണൽ ക്യാപിറ്റലിൻ്റെ ഇൻട്രസ്റ്റ് ആയ 2,700 മൈനസ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഔട്ട് ഓഫ് ക്യാപിറ്റൽ ദാറ്റ് ഈസ് 300. ഇപ്പോൾ ലാസ്റ്റിൽ വരുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 9,600 റുപ്പീസാണ് ഇൻട്രസ്റ്റ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് illustration number 4. Anupam and Abhishek are partners sharing profits and losses in the ratio of 3:2. Their capital accounts showed balances of rupees 1,50,000 and rupees 2 lakh respectively on 1st January 2017. Show the treatment of interest on capital for the year ending 31st December 2017 in each of the following alternatives. First വരുന്നത്, if the partnership deed is silent as to the payment of interest on capital and the profit for the year is 50,000. Second, if the partnership deed provides for interest on capital at the rate of 8% per annum and the firm incurred a loss of 10,000 during the year. Third, if the partnership deed provides for interest on capital at the rate of 8% per annum and the firm earned a profit of rupees 50,000 during the year. Fourth, if the partnership deed provides for interest on capital at the rate of 8% per annum and the firm earned a profit of rupees 14,000 during the year. ഇത്രയാണ് 4 കേസസ് പറയുന്നത്. ഇപ്പോൾ ഫസ്റ്റ് പറയുന്നത് ഒന്നുകൂടി ക്വസ്റ്റ്യൻ നോക്കാം. അനുപം ആൻഡ് അഭിഷേക് ആർ പാർട്ട്നേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ് ഇൻ ദ റേഷ്യോ ഓഫ് 3:2. 3:2 അവർ പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നത്. അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസസ്, ഓപ്പണിംഗ് ബാലൻസസ് എന്ന് പറയുന്നത് 1,50,000 2 lakh ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിൻ്റെ ട്രീറ്റ്മെൻ്റ് ആണ് ഓരോ കേസിലും ചോദിച്ചിരിക്കുന്നത്. ആദ്യം പറയുന്നത്, if the partnership deed is silent as to the payment of interest on capital and the profit for the year is 50,000. ലാഭം കിട്ടിയിരിക്കുന്നത് 50,000 രൂപയുണ്ട്. പാർട്ണർഷിപ്പ് ഡീഡിൽ സൈലൻ്റ് ആണ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കണോ വേണ്ടിയോ, എത്രയാ കൊടുക്കേണ്ടത്, ഇതിനെക്കുറിച്ച് ഒന്നും പാർട്ണർഷിപ്പ് ഡീഡിൽ പറയുന്നില്ല.
അങ്ങനെയാണെങ്കിൽ എത്രയാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കേണ്ടത്, ഈ 50,000 രൂപ ലാഭം കിട്ടിയത് എന്ത് ചെയ്യണം എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പം നമ്മൾ നേരത്തെ പഠിച്ചു, പാർട്ണർഷിപ്പ് ഡീഡിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല എങ്കിൽ നോ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ വിൽ ബി അലൗഡ് ടു പാർട്ട്നേഴ്സ്. ദാറ്റ് ഈസ് ദി റൂൾ. അതുകൊണ്ട് തന്നെ എത്ര ലാഭം കിട്ടിക്കഴിഞ്ഞാലും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഇവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇവിടെ നമുക്ക് ടോട്ടൽ കിട്ടിയിരിക്കുന്ന 50,000 രൂപ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 2 പാർട്ട്നേഴ്സിനും ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ 50,000 രൂപ ലാഭവും 2 പാർട്ട്നേഴ്സിനായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഷെയർ ഓഫ് പ്രോഫിറ്റ് ഓഫ് അനുപം എന്ന് പറയുന്നത് 50,000 ഇൻറ്റു 3/5 ദാറ്റ് ഈസ് 30,000. ഷെയർ ഓഫ് പ്രോഫിറ്റ് ഓഫ് അഭിഷേക് എന്ന് പറയുന്നത് 50,000 ഇൻറ്റു 2/5 ദാറ്റ് ഈസ് 20,000. ഇനി സെക്കൻഡ് കേസ്, if partnership deed provides for interest on capital at the rate of 8% per annum and the firm incurred a loss of 10,000 during the year. പാർട്ണർഷിപ്പ് ഡീഡിൽ പറയുന്നുണ്ട് 8% ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലായിട്ട് കൊടുക്കേണ്ടത്. പക്ഷേ ബിസിനസ്സിന് ലോസാണ് ഉണ്ടായിരിക്കുന്നത് 10,000 റുപ്പി. നമ്മൾ നേരത്തെ പഠിച്ചു, ബിസിനസ്സിന് ലാഭം ഉണ്ടെങ്കിൽ മാത്രമേ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കേണ്ടതായിട്ടുള്ളൂ, നഷ്ടമാണെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ സാധാരണയായിട്ട് കൊടുക്കില്ല എന്ന് പറയും. ഇവിടെ ബിസിനസ്സിന് നഷ്ടമായതുകൊണ്ട് തന്നെ നോ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ വിൽ ബി അലൗഡ് ടു പാർട്ട്നേഴ്സ്. അപ്പോൾ കിട്ടിയിരിക്കുന്ന ലോസ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ 2 പാർട്ട്നേഴ്സിനുമായിട്ട് ഡിവൈഡ് ചെയ്യാം. ഇപ്പോൾ ഷെയർ ഓഫ് ലോസ് ഓഫ് അനുപം 10,000 ഇൻറ്റു 3/5 6,000. ഷെയർ ഓഫ് ലോസ് ഓഫ് അഭിഷേക് 10,000 ഇൻറ്റു 2/5 4,000. നെക്സ്റ്റ് തേർഡ്, if partnership deed provides for interest on capital at the rate of 8% per annum and the firm earned a profit of 50,000 during the year. പാർട്ണർഷിപ്പ് ഡീഡിൽ പറയുന്നുണ്ട് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 8% കൊടുക്കണമെന്ന്. ഫേം നേടിയ ലാഭം 50,000 രൂപയാണ്. നമ്മളിങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നോക്കും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലായിട്ട് എത്ര വരുന്നുണ്ട് എന്ന് നോക്കാം. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലായിട്ട് അനുപമിൻ്റെ 1,50,000 8% ആണ്. ഓപ്പണിംഗ് ക്യാപിറ്റൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ 1,50,000 8% കാണുമ്പോൾ 12,000 റുപ്പീസ് അനുപമിന് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലായിട്ട് കൊടുക്കണം. അഭിഷേകിന് കൊടുക്കേണ്ട ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 2 lakh ആണ് ക്യാപിറ്റൽ. 2 lakhൻ്റെ 8% ദാറ്റ് ഈസ് 16,000 റുപ്പീസാണ് വരുന്നത്. ഇപ്പോൾ ടോട്ടൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലായിട്ട് നമ്മൾ കൊടുക്കേണ്ടത് 28,000 ആണ്. ഇപ്പോൾ 28,000-നേക്കാൾ കൂടുതൽ ലാഭം നമ്മൾ നേടി, 50,000 രൂപ വരെ ലാഭം നേടിയിട്ട്, അപ്പോൾ അതിന് ആ 50,000 രൂപ ലാഭത്തിൽ നിന്നും 28,000 രൂപ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കുന്നതിന് നമുക്ക് യാതൊരു വിരോധവുമില്ല, യാതൊരു തടസ്സവുമില്ല. അതുകൊണ്ട് തന്നെ 50,000 രൂപയിൽ നിന്നും 28,000 രൂപ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 2 പേർക്കായിട്ട് കൊടുക്കുക. അനുപമിന് കിട്ടുന്നത് 12,000, അഭിഷേകിന് കിട്ടുന്നത് 16,000. അപ്പോൾ ടോട്ടൽ 28,000 ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവശേഷിക്കുന്ന ലാഭം എന്ന് പറയുന്നത് 22,000 ആണ്. Balance profit is only 22,000. This balance profit of 22,000 will be divided among Anupam and Abhishek in their profit sharing ratio. So Anupam will get 22,000 into 3/5 that is 13,200. Abhishek will get 22,000 into 2/5 that is 8,800. Next, fourth one. If the partnership deed provides for interest on capital at 8% per annum and the firm earned a profit of 14,000 during the year. പാർട്ണർഷിപ്പ് ഡീഡ് പ്രകാരം പറയുന്നത് 8% ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കാനാണ്. പക്ഷേ ബിസിനസ്സിന് കിട്ടിയിരിക്കുന്ന ലാഭം 14,000 രൂപയാണ്. അപ്പോൾ ആദ്യം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തതുപോലെ തന്നെ 2 പാർട്ട്നേഴ്സിന് അനുപമിൻ്റെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലായിട്ട് 12,000ഉം അഭിഷേകിൻ്റെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലായിട്ട് 16,000ഉം ടോട്ടൽ 28,000 ആണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ വേണ്ടത്. പക്ഷെ നമുക്ക് ലാഭം കിട്ടിയത് 14,000 മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 14,000 ലാഭത്തിൽ നിന്നും 28,000 ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കാൻ വേണ്ടി കഴിയില്ല. അതുകൊണ്ട് നമുക്ക് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് മാത്രമേ കൊടുക്കാൻ വേണ്ടി പറ്റൂ, ആനുപാതികമായിട്ട് മാത്രമേ കൊടുക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് അനുപമിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 12,000ഉം കൊടുക്കില്ല, അതിൻ്റെ ആനുപാതികമായിട്ട് കൊടുക്കും. ആ ആനുപാതികമായിട്ട് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അനുപമിൻ്റെത് 12,000 ഡിവൈഡ് ബൈ 28,000 ഇൻറ്റു 14,000 ദാറ്റ് ഈസ് 6,000. 28,000 രൂപയാണ് മൊത്തം 2 പേർക്കും ചേർന്നിട്ട് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലായിട്ട് കൊടുക്കേണ്ടത്. അതിൽ 12,000 രൂപയാണ് അനുപമിന് കിട്ടേണ്ടത്.
പക്ഷെ 14,000 രൂപ മാത്രമേ നമുക്ക് ലാഭമുള്ളൂ. അപ്പോൾ അതിൻ്റെ ആനുപാതികമായിട്ട് നോക്കുമ്പോൾ 6,000 രൂപ, അതിൻ്റെ പകുതി മാത്രമേ നമ്മൾ അനുപമന് കൊടുക്കേണ്ടതായിട്ടുള്ളൂ. അഭിഷേകിന് കൊടുക്കേണ്ട ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 16,000 ഡിവൈഡ് ബൈ 28,000 ഇൻറ്റു 14,000, ദാറ്റ് ഈസ് 8,000 റുപ്പീസ്. അപ്പോൾ നമുക്ക് അറിയാം 28,000 രണ്ടുപേർക്കും ചേർന്നിട്ട് കൊടുക്കേണ്ട ഇൻട്രസ്റ്റ്. അതിൽ അഭിഷേകിന് കൊടുക്കേണ്ടി ഇരുന്നത് 16,000 രൂപയാണ്. അപ്പോൾ 16,000 ഡിവൈഡ് ബൈ 28,000 ഇൻറ്റു അവൈലബിൾ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 14,000 മാത്രമാണ്. നമുക്ക് 8,000 ആണ് വരുന്നത്. അപ്പോൾ അനുപമന് കിട്ടുന്ന ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 6,000ഉം അഭിഷേകിന് കിട്ടുന്നത് 8,000 ആണ്. അങ്ങനെ ടോട്ടൽ 14,000 ആണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലായിട്ട് കൊടുക്കേണ്ടത്. കാരണം നമ്മുടെ കയ്യിൽ 14,000 മാത്രമേ ലാഭമുള്ളൂ. ടോട്ടൽ കിട്ടിയിരിക്കുന്ന ലാഭം 14,000ഉം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 28,000 ആണ്. എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിൻ്റെ പകുതി മാത്രമേ നമുക്ക് ലാഭം കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അനുപമന് കൊടുക്കേണ്ട 12,000 പകുതി 6,000, അഭിഷേകിന് കൊടുക്കേണ്ട ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലായ 16,000 പകുതി 8,000 കൊടുക്കുക, 14,000 രൂപ. അതിനുശേഷം ലാഭം നഷ്ടം പിന്നെ ബാക്കിയില്ല. അതുകൊണ്ട് തന്നെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ മാത്രം കൊടുത്താൽ മതി. ഇനി അടുത്തത് നെക്സ്റ്റ് ഇല്ലുസ്ട്രേഷൻ നമ്പർ 5. ജോഷ് ആൻഡ് ക്രിഷ് are partners sharing profits and losses in the ratio of 3:1. Their capitals at the end of the financial year 2015-16 were 1,50,000 and 75,000. During the year 2015-16, Josh's drawings were 20,000 and the drawings of Krish were ₹5,000, which had duly debited to partners' capital accounts. Profit before charging interest on capital for the year was 16,000. The same had also been debited in their profit sharing ratio. Krish had brought additional capital of 16,000 on October 1, 2015. Calculate interest on capital at the rate of 12% per annum for the year 2015-16. ഈ ക്വസ്റ്റ്യനിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് തന്നിരിക്കുന്ന ക്യാപിറ്റൽ എന്ന് പറയുന്നത് ക്ലോസിംഗ് ക്യാപിറ്റലാണ്. നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഓപ്പണിംഗ് ക്യാപിറ്റലിൻ്റെ മുകളിലുള്ള ഇൻട്രസ്റ്റ് പ്ലസ് അഡീഷണൽ ക്യാപിറ്റലിൻ്റെ മുകളിലുള്ള ഇൻട്രസ്റ്റ് മൈനസ് ഡ്രോയിങ്സ് ഔട്ട് ഓഫ് ക്യാപിറ്റൽ. അപ്പോൾ ക്ലോസിംഗ് ക്യാപിറ്റലാണ് നമുക്ക് തന്നിരിക്കുന്നത്. ആ ക്ലോസിംഗ് ക്യാപിറ്റലും തന്നിരിക്കുന്ന ഇൻഫർമേഷനും വെച്ചുകൊണ്ട് നമ്മൾ ആദ്യം ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടെത്തണം. ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ ഡയറക്റ്റായിട്ട് നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യും. ഇവിടെ നമ്മളോട് പറയുന്നത് their capitals at the end of the financial year 2015-16 were 1,50,000 and 75,000. 1,50,000 രൂപയും 75,000 രൂപയാണ് ക്ലോസിംഗ് ക്യാപിറ്റലായിട്ട് നമുക്ക് തന്നിരിക്കുന്നത്. എന്നിട്ട് പിന്നെ പറയുന്നത് ഡ്യൂറിംഗ് ദി ഇയർ 2015-16 ജോഷ് ഡ്രോയിങ്സ് were 20,000 and the drawings of Krish were 5,000, which had been duly debited to partners' capital account. ഇത് രണ്ടും നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് എഴുതി കഴിഞ്ഞു. അതിനുശേഷം കിട്ടിയ ബാലൻസ് ആണ് നമുക്ക് 1,50,000 75,000 പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടെത്താൻ വേണ്ടി ക്ലോസിംഗ് ക്യാപിറ്റലായ 1,50,000 75,000 ഡ്രോയിങ്സ് നേരത്തെ ലെസ് ചെയ്ത് പോയ ഡ്രോയിങ്സ് ഇപ്പോൾ ആഡ് ചെയ്യാം. അപ്പോൾ ആഡ് ഡ്രോയിങ്സ് ഡ്യൂറിംഗ് ദി ഇയർ 20,000 ആൻഡ് 5,000. അപ്പോൾ പിന്നെ വരുന്നത് 1,70,000 80,000. ഇനി അതിനോട് നമുക്ക് നേരത്തെ കിട്ടിയിരിക്കുന്ന ലാഭം എന്ന് പറയുന്നത് 16,000. പ്രോഫിറ്റ് ബിഫോർ ചാർജിങ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഫോർ ദി ഇയർ വാസ് 16,000. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല. അതിന് മുന്നേയുള്ള ലാഭം 16,000 ആണ്. അപ്പോൾ ലാഭവും നേരത്തെ എഴുതിയിട്ടുണ്ട്. അതിനുശേഷമാണ് നമുക്ക് ക്ലോസിംഗ് ബാലൻസ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഈ ലാഭം നമ്മൾ നേരത്തെ കിട്ടിയ എമൗണ്ടിൽ നിന്നും ലെസ് ചെയ്യാം. ലെസ് ഷെയർ ഓഫ് പ്രോഫിറ്റ് 16,000 3:1, ദാറ്റ് ഈസ് 12,000 ആൻഡ് 4,000. അത് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 1,58,000 76,000. പിന്നെ നമ്മളോട് ഒരു വിവരം കൂടി പറയുന്നത് അഡീഷണൽ ക്യാപിറ്റൽ ഉണ്ട്. അഡീഷണൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ക്രിഷ് ഹാഡ് ബ്രോട്ട് അഡീഷണൽ ക്യാപിറ്റൽ ഓഫ് 16,000 ഓൺ October 1, 2015. അപ്പോൾ അഡീഷണൽ ക്യാപിറ്റൽ കൂടി എഴുതിയിട്ടാണ് ക്രിഷിൻ്റെ ബാലൻസ് നമുക്ക് നേരത്തെ തന്നത് 75,000. അപ്പോൾ അഡീഷണൽ ക്യാപിറ്റൽ നേരത്തെ ആഡ് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇപ്പോഴത് ലെസ് ചെയ്യണം. ഇപ്പോൾ ലെസ് അഡീഷണൽ ക്യാപിറ്റൽ ക്രിഷിൻ്റെത് മാത്രം 16,000. അപ്പോൾ ഓപ്പണിംഗ് ക്യാപിറ്റലായിട്ട് വരുന്നത് 1,58,000 60,000.
ഇനി ഓപ്പണിംഗ് ക്യാപിറ്റൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യാം. ഇപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഓഫ് ജോഷ് 1,58,000 ഇൻറ്റു 12/100, ദാറ്റ് ഈസ് 18,960. നെക്സ്റ്റ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഓഫ് ക്രിഷ് 60,000 ഇൻറ്റു 12/100, 7,200. ആഡ് ഇൻട്രസ്റ്റ് ഓൺ അഡീഷണൽ ക്യാപിറ്റൽ. കൃഷിനെ സംബന്ധിച്ചിടത്തോളം അഡീഷണൽ ക്യാപിറ്റൽ ഉണ്ട്. 1 ഒക്ടോബറിൽ കൊണ്ടുവന്ന അഡീഷണൽ ക്യാപിറ്റൽ 2015-16 ആണെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇയർ എൻഡ് നമ്മൾ കണക്കാക്കുന്നത് 31 മാർച്ചാണ്. ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് 6 മാസത്തെ ഇൻട്രസ്റ്റ് ഓൺ അഡീഷണൽ ക്യാപിറ്റലാണ് കാണേണ്ടത്. ഇപ്പോൾ 16,000 ഇൻറ്റു 12/100 ഇൻറ്റു 6/12, 960 റുപ്പി. ഇപ്പോൾ കൃഷിൻ്റെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലായിട്ട് വരുന്നത് 8,160. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഡ്രോയിങ്സിൻ്റെ മുകളിൽ ഇൻട്രസ്റ്റ് കണക്കാക്കേണ്ടതില്ല. കാരണം ഇത് സാധാരണ ഡ്രോയിങ്സ് ആണ്, നോർമൽ ഡ്രോയിങ്സ് ആണ്. ഡ്രോയിങ്സ് ഔട്ട് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നില്ല. ഇപ്പോൾ ഡ്രോയിങ്സ് ഔട്ട് ഓഫ് ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ മാത്രമേ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞ് മൈനസ് ചെയ്യേണ്ടതുള്ളൂ. അല്ല എങ്കിൽ നമ്മൾ ഇവിടെ കണക്കാക്കേണ്ട ആവശ്യമില്ല. അത് പ്രത്യേകം കാൽക്കുലേറ്റ് ചെയ്ത് പ്രത്യേകം അക്കൗണ്ട് ചെയ്തോളൂ. ഇനി ഈ മെത്തേഡ് പ്രകാരം ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടെത്താൻ വേണ്ടി നിങ്ങൾക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ മറ്റൊരു രീതിയിൽ നമുക്ക് ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടെത്താം. രണ്ടുപേരുടെയും ക്യാപിറ്റൽ അക്കൗണ്ട് വരെ. ക്യാപിറ്റൽ അക്കൗണ്ട് വരച്ചിട്ട് നമ്മൾ ആദ്യം എഴുതുന്നത് സാധാരണ ഓപ്പണിംഗ് ക്യാപിറ്റൽ, പക്ഷേ ഓപ്പണിംഗ് ക്യാപിറ്റൽ നമുക്കറിയില്ല. അപ്പോൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ ബാലൻസ് ബ്രോഡ് ഡൗൺ എന്ന് പറഞ്ഞ് ആ എമൗണ്ട് ഇപ്പോൾ എഴുതണ്ട, ബാക്കിയുള്ളതെല്ലാം ഫില്ല് ചെയ്യാം. എന്തൊക്കെയാണ് നമുക്ക് തന്നിരിക്കുന്നത് അത് കംപ്ലീറ്റ് അതിൻ്റെ അകത്ത് എഴുതി വെക്കും. അപ്പം നമുക്കറിയാം ഡ്രോയിങ്സും ക്ലോസിംഗ് ക്യാപിറ്റലും നമുക്ക് ഡെബിറ്റ് സൈഡിലാണ് വരേണ്ടത് ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ ഡ്രോയിങ്സ് 20,000, 5,000 കാണിക്കും. ക്ലോസിംഗ് ക്യാപിറ്റൽ ബാലൻസ് ക്യാരി ഡൗൺ അത് നമ്മൾ കാണിക്കുക 1,50,000, 75,000. ഷെയർ ഓഫ് പ്രോഫിറ്റ് ഉണ്ടാകുമ്പോൾ അത് ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കേണ്ടത്. ഇപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക ഷെയർ ഓഫ് പ്രോഫിറ്റ് 12,000, 4,000. അതിനുശേഷം അഡീഷണൽ ക്യാപിറ്റൽ കാണിക്കുക. കൃഷിൻ്റെ അഡീഷണൽ ക്യാപിറ്റൽ 16,000 റുപ്പീസ് ഉണ്ട്. നമുക്കറിയാം ക്യാപിറ്റൽ അക്കൗണ്ടിൽ അഡീഷണൽ ക്യാപിറ്റൽ കാണിക്കുന്നത് ക്രെഡിറ്റ് സൈഡിലാണ്. അതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക് എന്ന് പറഞ്ഞാൽ കൃഷിൻ്റെ കോളത്തിൽ 16,000 കാണിക്കുക. ഇതോടെ ക്യാപിറ്റൽ അക്കൗണ്ടിലുള്ള ഐറ്റംസ് കംപ്ലീറ്റ് ആയി. ഇനി ക്യാപിറ്റൽ അക്കൗണ്ട് ടോട്ടൽ ചെയ്യുക, ബാലൻസ് ചെയ്യുക. ജോഷിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ടോട്ടൽ ചെയ്തപ്പോൾ 1,70,000 ഡെബിറ്റ് സൈഡിലാണ് കിട്ടിയത് കൂടുതൽ. ആ 1,70,000 തന്നെ ക്രെഡിറ്റ് സൈഡിലും കാണിക്കുന്നു. ഡിഫറൻസ് ആയിട്ട് വരുന്നത് 1,58,000 അതായിരിക്കും ഓപ്പണിംഗ് ബാലൻസ്. അതുപോലെ കൃഷിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ടോട്ടൽ ചെയ്തപ്പോൾ ഡെബിറ്റിൽ 80,000 അതാണ് കൂടുതൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ക്രെഡിറ്റ് സൈഡിൽ രേഖപ്പെടുത്തുക. ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് വരുന്നത് 60,000 റുപ്പീസ് ഡിഫറൻസ് കിട്ടി. ഇവിടെ നമുക്ക് ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് 1,58,000, 60,000 കിട്ടി. അപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി ഒന്നുകിൽ നേരത്തെ ചെയ്തതുപോലെ സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിൽ എഴുതിക്കൊണ്ട് ഓപ്പണിംഗ് ബാലൻസ് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്തതുപോലെ ഒരു ക്യാപിറ്റൽ അക്കൗണ്ട് വരച്ച് അതിൻ്റെ ഡിഫറൻസ് ഓപ്പണിംഗ് ക്യാപിറ്റലായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഏതാണോ എളുപ്പം ആ എളുപ്പമുള്ള രീതിയിൽ ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുക. അതിനുശേഷം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈസി ആയിട്ട് കാണാം. നെക്സ്റ്റ് നിങ്ങൾക്ക് ഒരു 3 അസൈൻമെൻറ്റുകൾ ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് തരുന്നുണ്ട്. സിമ്പിളാണ്, വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അതിൻ്റെ ആൻസർ ഫൈനൽ ആൻസർ മാത്രമേ തന്നിട്ടുള്ളൂ. ഇതോടുകൂടി ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേഷൻ ഇവിടെ അവസാനിക്കുകയാണ്. അതിൻ്റെ കൂടുതൽ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.